പുള്ളി ഒരു തെരുവ് നാടകം ഉണ്ടാക്കി തന്നു, പുനർജനി എന്ന് പറഞ്ഞു. അത് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ പുനർജനിക്ക് ഉള്ള ആളുകൾ അത് മനസ്സിലാക്കി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വേണ്ടത്? അപ്പോഴാണ് ശിവജി ഗുരുവായൂർ ശിവജിയേട്ടനെ പരിചയപ്പെടുന്നത്. ഞാൻ ശിവജിയേട്ടനോട് പറഞ്ഞു, എന്താണ് മാഡത്തിന് എന്താണ് വേണ്ടത്? എനിക്ക് നാടകം ചെയ്യാറിയാം, പക്ഷെ നിങ്ങൾക്ക് വേണ്ടതല്ലേ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓർഗൻ ഡൊണേഷൻ, പ്രമേഹം, രക്താതി സമ്മർദ്ദം, വൃക്കരോഗം. അപ്പോൾ പുള്ളി പറഞ്ഞു അതിൻ്റെ മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം, നാടകരൂപം ഞാൻ ഉണ്ടാക്കി തരാം. അദ്ദേഹം ഒരു നാടകം അവയവ മഹായുദ്ധം എന്ന് പറഞ്ഞ ഒരു നാടകം ഉണ്ടാക്കി. ഡോക്ടർ, ഒരുപാട് സംശയങ്ങൾ ഞങ്ങൾക്ക് മാറിക്കിട്ടി. എന്നാൽ ഒരു സംശയം കൂടി. ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആള് മരിക്കില്ലേ? പിന്നെ ഈ ആന്തരിക അവയവങ്ങൾ മാറ്റിവെക്കാൻ കഴിയുമോ? ബ്രെയിൻ ഡെത്ത് അഥവാ മസ്തിഷ്ക മരണം സംഭവിച്ച ഏതൊരാളിന്റെയും ആന്തരികാവയവങ്ങൾ വെന്റിലേറ്റർ എന്ന കൃത്രിമ ശ്വാസോച്ഛ്വാസ ഉപകരണം വഴി പ്രവർത്തിപ്പിക്കാവുന്നതാണ്. 24 മണിക്കൂറിനുള്ളിൽ ഈ അവയവങ്ങൾ ആവശ്യക്കാർക്ക് നൽകാവുന്നതാണ്. സ്വന്തം കണ്ണീരിനെ സാഹചര്യത്തിലേക്ക് ഒഴുകുന്ന കാരുണ്യത്തിന്റെ പ്രവാഹമാക്കി തീർത്ത ഉമാപ്രേമനെ CNN, IBN റിലയൻസും ചേർന്ന് നൽകുന്ന റിയൽ ഹീറോ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. സ്വന്തം ശരീരം അറുത്തെടുത്തു നൽകി പകരമായി അഭയം തേടിയെത്തിയ അരിപ്രാവിന്റെ പ്രാണൻ രക്ഷിച്ചെടുത്ത ഷിബി ചക്രവർത്തിയുടെ മനസ്സ് ഇതിഹാസ ഭാവനയല്ലെന്ന് ഉമാപ്രേമനിലൂടെ നാം തിരിച്ചറിയുന്നു. ഇന്ന് മാർ ക്രിസ്ത്യോസൻ തിരുമേനി ഉണ്ടല്ലോ, തിരുമേനി എന്നോട് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ചെയർപേഴ്സണായിട്ട് ശാന്തിയിൽ ഇരുന്നിട്ട് കുറച്ച് ആളുകളെ മെമ്പറായി ചേർത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വൃക്കരോഗികൾക്കും, ഡയാലിസിസിലുള്ളവർക്ക് ഡയാലിസിസ്, കിഡ്നി മാറ്റിവെച്ചവർക്ക് മരുന്ന്, കിഡ്നി ഒന്നും മാറ്റിവെക്കാതെ കിഡ്നി തുടക്കത്തിൽ ഫെയിലിയർ ഉള്ളവർക്ക് സ്ഥിരമായിട്ട് മരുന്ന്, അവരെ റിഹാബിലിറ്റേഷൻ, ഇങ്ങനെയൊക്കെ ഒരു പ്രോജക്റ്റ് തിരുമേനിയും ഞാനും പിന്നെ സഭ ജോസഫേട്ട അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം നെക്സ്റ്റ് ഞങ്ങൾ ഈ 15-ാം തീയതിയുള്ളിൽ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. അതിലൂടെ കോർപ്പറേറ്റ് ആയിട്ടൊരു ഫണ്ട് കണ്ടുപിടിച്ച് ഈ പ്രശ്നം കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇതുപോലെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റുകൾ ഉണ്ടാക്കുക. പിന്നെ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹെൽത്ത് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലുള്ള ഒരു ഉണ്ട്. ആ മിഷൻ എന്നിട്ട് നമ്മൾ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി നന്നായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, ഹാർട്ട് നന്നായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എല്ലാം നോക്കി പറയും. അപ്പം ആ ഒരു ഹെൽത്ത് സ്റ്റേഷൻ 14 ജില്ലകളിലും ഓരോന്ന് സ്ഥാപിച്ച് എല്ലാവരുടെയും ചെക്കപ്പ് ചെയ്ത് എല്ലാവരെയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ മോട്ടിവേറ്റ് ചെയ്യുക. അതാണ് പ്രിവെൻഷനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇനിയുള്ളത്. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിലൊരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: വേറിട്ട കാഴ്ചകൾ, കൈരളി TV, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.